പറയാത്തൊരു കാര്യമാണ്. മീൻസ് ഈ വിവാഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ്, പിറ്റേ ദിവസമാണ്, നെക്സ്റ്റ് ഡേ. ആ വിവാഹത്തിന് മുതുകാട് സാർ പങ്കെടുത്തു എന്നുള്ളതാണ്. പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും മുതുകാടാണ് വിഷയം. അപ്പൊ ഈ ഒരു മുതുകാടിന്റെ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഭയങ്കരമായിട്ട് കത്തി നിന്ന സമയത്താണെങ്കിലും ഈ അമ്മമാരൊക്കെ വന്നിട്ട് മുതുകാടിനെതിരെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അവിടെ ജോലി ചെയ്തിട്ടുള്ള CP ഷിഹാബ് വന്നിട്ട് പുള്ളിക്കാരനെതിരെ, അതായത് ഈ മുതുകാടിനെതിരെ വന്നിട്ടും കുറെ ആരോപണങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിനകത്തൊന്നും നമ്മൾ എപ്പോഴും നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു വാലിഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആളെന്ന് പറഞ്ഞാൽ മുതുകാടാണ്. പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ വേറെ കുറെ അമ്മമാര് കുറെ സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ വന്നിരുന്നിട്ട് പുള്ളിക്കാരന് സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അതിന്റെയൊക്കെ കള്ളമൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഇപ്പൊ നിലവില് അതായത് ഈ മുതുകാടിന്റെ ഒരു ശിഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞ ട്രിക്സ് ബൈ ഫാസിൽ എന്ന് പറഞ്ഞ ആ ചാനലിനകത്തുള്ള പുള്ളിക്കാരൻ. അപ്പൊ ആ പുള്ളി വന്നിട്ട് ഇപ്പൊ ഈ CP ഷിഹാബ് പറഞ്ഞതിനകത്ത് കുറെയൊക്കെ കള്ളം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിക്ക് വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോന് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടി എന്നുള്ള രീതിക്ക് സീക്രട്ട് ഏജന്റിന്റെ ചാനലിനകത്ത് നമ്മുടെ CP ഷിഹാബ് വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വേർഷനും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. എന്നിട്ട് ആരുടെ ഭാഗത്താണ് നമുക്ക് ശരി അല്ലെങ്കിൽ തെറ്റ്, അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷിഹാബ് ഉന്നയിച്ചു മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സോ അപ്പൊ അതിൽ പറഞ്ഞത് അവിടെ വന്ന കുറച്ച് നാൾ കൊണ്ട് തന്നെ ഷിഹാബിന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഷിഹാബിന് മനസ്സിലായി. അപ്പൊ ഷിഹാബിന് അവിടെ പോരാൻ സാധിക്കുമായിരുന്നില്ല. കാരണം 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് അല്ല, 1 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള രീതിയിലായിരുന്നു നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത്, അതായത് ഈ ഫാസിൽ ബഷീറിന്റെ ഈ വീഡിയോനകത്ത് മെയിൻ ആയിട്ട് എനിക്കൊരു വിഷയമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു BGM ഇടലും അതേപോലെ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു സീരിയലിന്റെ ഒക്കെ ഒരു പ്രൊമോയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും കാട്ടൂല്ലേ, ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടണ പോലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുള്ള ഈ പരിപാടി നമ്മൾ ഈ മുതുകാടിന്റെ വിഷയത്തിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കേസായിരുന്നു. ഈ BGM ഒക്കെ ഇട്ടിട്ട് ആൾക്കാരുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ നോക്കണം ആ ഒരു സാധനമൊക്കെ പുള്ളി കാണിച്ചതെന്ന് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയായിരുന്നു അവിടെ കാണിച്ചത്. അപ്പൊ അതിന്റെ തന്നെ ഒരു വേറൊരു വെർഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഫാസിൽ ബഷീറിന്റെ വീഡിയോനകത്ത്. എന്തായാലും പുള്ളി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 1 വർഷത്തെ എഗ്രിമെന്റ് ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ ഷിഹാബ് പറയുന്നത്. പക്ഷെ അതിന് തന്നെ മുഴുവൻ വെർഷനൊന്നും നമ്മളെ കാട്ടുള്ള, നമ്മളത് പറഞ്ഞു തീർക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യാനാണ്. അതിന്റെ ബാക്കി എന്താണ് ഷിഹാബ് പറഞ്ഞതെന്നൊന്നും നമ്മളെ കാട്ടുള്ള, ബാക്കി ഉണ്ടോ? പ്രസ് മീറ്റിൽ ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ്, മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ചെന്നതിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി. പക്ഷേ ഷിഹാബിന് അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ ഷിഹാബ് ആ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യം അത് നിഷേധിക്കുകയല്ലേ ഷിഹാബ് ചെയ്ത്. സത്യത്തിൽ ആ പ്രസ് മീറ്റിൽ ഷിഹാബ് പറഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് ഷിഹാബിൻ്റെ ഓഫർ ലെറ്ററാണ്. ഇതിൽ ഒരു സ്ഥലത്തും 1 വർഷം എന്ന് പറയുന്ന കാലാവധിയിൽ പറയുന്നില്ല. ഷിഹാബിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഷിഹാബിന് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്നും പോകാമായിരുന്നു. ഓക്കെ. അപ്പൊ ഷിഹാബ് അവിടെ നമ്മുടെ പ്രസ് മീറ്റിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് പുള്ളിക്കാരന് ഒരു എഗ്രിമെന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകാൻ പറ്റാണ്ടിരുന്ന, ഈ മുതുകാടിന്റെ സ്ഥലത്ത് നിന്ന് പോകാൻ പറ്റാണ്ടിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എന്നുള്ള രീതിക്കുള്ള കാര്യമാണ് ഇവിടെ നമ്മുടെ ഫാസില് പറഞ്ഞു വെക്കണത്. അപ്പൊ ആ പുള്ളി പറയുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് എന്താണ് ഷിഹാബിന് അതിനകത്ത് പറയാനുള്ളതെന്ന് നമ്മുടെ ഈ ഷിഹാബിന്റെ വെർഷൻ. അദ്ദേഹം ഇങ്ങനെ കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യത എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ആ മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. എല്ലാ വീഡിയോ നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം എവിടേക്കാണ് കട്ട് ചെയ്ത് കളയുന്നത് അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ ഷിഹാബ് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, ഈ ഫാസിൽ ബഷീറിന് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വീഡിയോ, അതായത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ ഷിഹാബ് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും പുള്ളി അത് പുറത്തു വിടുമായിരിക്കും. ബാക്കി ഇവിടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത്. പത്രസമ്മേളനം കേട്ട് നോക്കിയാൽ ഈ ഫാസിലിട്ട പത്രസമ്മേളനം തന്നെ കേട്ടൊക്കെ മനസ്സിലാവും. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ പറയുന്നുണ്ട് എഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് അവർ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ആ പത്രസമ്മേളനം കേട്ടാൽ മനസ്സിലാവും, അവര് പറയുമായിരുന്നു. അതിന് സാധൂകരിക്കുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അക്കാഡമിക് ഡയറക്ടർ എനിക്ക് അയച്ച വോയിസ് ഇതാണ്. ഓക്കെ. അപ്പൊ പുള്ളി ഇവിടെ ക്ലിയർ ആയിട്ട് പുള്ളി പറഞ്ഞ അതായത് ഈ ഫാസിൽ ഉന്നയിച്ച ആ ഒരു ആരോപണം, ഷിഹാബ് പറഞ്ഞത് കള്ളമാണെന്നുള്ള ആരോപണത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഷിഹാബ് പറഞ്ഞു തന്നെയുണ്ട്. അല്ലെങ്കിൽ ഷിഹാബ് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയല്ല ഷിഹാബ് ചെയ്തത്. ഷിഹാബ് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് അവര് പറഞ്ഞു എന്നാണ് ഷിഹാബ് പറയുന്നത്. അപ്പൊ എവിടെയാണ് ഷിഹാബിന്റെ ഭാഗത്ത് തെറ്റ് വരുന്നത്? എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്ററുമായിട്ട് സാർ സംസാരിച്ചിട്ടുണ്ട്.
നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. പറഞ്ഞല്ലോ ശരി. ഒരു വർഷം കഴിഞ്ഞ് ശരി 39 ജോലി നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ എന്താണ് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓഡിയോ എന്ന് ക്ലിയർ ആണ്. ഈ നമ്മുടെ ഫാസിൽ പറഞ്ഞ ആ ഒരു ആരോപണം തന്നെ അവിടെ മൊത്തം തകർന്നു പോയാണ്. ഈ ഒരു ഓഡിയോയും അതേപോലെ ഷിഹാബ് കറക്റ്റ് ആയിട്ട് ആ പ്രസ് മീറ്റ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഷിഹാബ് അല്ല അവിടെ പറയുന്നത് ഇങ്ങനെ എന്റെ കയ്യിൽ ഒരു അല്ലെങ്കിൽ അവരൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന് ഷിഹാബ് തർപ്പിച്ച് പറയല്ല ചെയ്യണം. അവര് പറഞ്ഞു എന്നാണ് ഷിഹാബ് പറയുന്നത്. അപ്പൊ ഷിഹാബിന്റെ ഭാഗത്ത് അവിടെ എവിടെയാണ് തെറ്റ്? ഇനി ആരോപണങ്ങളിൽ രണ്ടാമതായിട്ട് ഷിഹാബ് ഉന്നയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ പ്രോഗ്രാമിന് കിട്ടിയ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയ ഒരു തുക മുതുകാട് സാറിന് കൊടുക്കാത്തതിന്റെ പേരിൽ മുതുകാട് സാർ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ള നിലയിൽ ഇട്ടിട്ട് പോയത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ വീഡിയോന്റെ മെയിൻ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുവരുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ നീല കളറും ആ ഒരു പരിപാടിയൊക്കെ ഇടും. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു സീരിയൽ പോലത്തെ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഇവിടെ എന്താണ് ഒരു ഈ പുള്ളിക്കാരൻ, അതായത് ഈ ഫാസിൽ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സത്യം പുറത്ത് കൊണ്ടുവരാ എന്നുള്ളതല്ലേ പുള്ളിക്കാരന്റെ ഉദ്ദേശം. അപ്പം മര്യാദക്ക് എങ്ങനെയാണോ, അതായത് ഒരു ടേക്കിനകത്ത് അതങ്ങ് എടുത്ത് കാട്ടാം. എന്താ ഇപ്പൊ നമ്മുടെ ഈ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോനകത്ത് ഷിഹാബ് എന്ന് പറയണതിനകത്താണെങ്കിൽ നമ്മൾ ജെനുവിനിറ്റി തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരെവിടെയും കട്ടൊന്നും ഇടണം. അവർ ആ പറഞ്ഞ കാര്യം ഫുള്ളായിട്ട് അവരങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് അങ്ങ് ഇട്ടേക്കണാണ് അവർ ചെയ്തേക്കണം. പക്ഷേ ഈ നമ്മുടെ ഫാസിലിന്റെ വീഡിയോ നോക്കണമെങ്കിൽ അത് ഫുള്ള് കട്ടും, അതേപോലെ ഇടയ്ക്ക് ഓരോ BGM കയറ്റി കൊടുക്കലോ, എന്നിട്ട് പിന്നെ ഓരോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ജെനുവിനിറ്റി അങ്ങ് പോണേണ്. അപ്പൊ നമുക്ക് ബാക്കിയുണ്ട് ഇതിൽ അവർ തന്ന കാശല്ല, ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഷിഹാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോ, എൻ്റെ കൂടെ വരണ്ട, ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം. എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് അദ്ദേഹവും പ്രഹ്ലാദാജിയും ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു പോയിന്റാണ് ഈ ഫാസിൽ ഇവിടെ പറയാൻ നോക്കുന്നത്. അതായത് ഷിഹാബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു പൈസ കൊടുക്കാത്തൊരു കാരണം കൊണ്ടിട്ട് ഷിഹാബിനെ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു കാര്യം ഷിഹാബ് പറഞ്ഞിട്ടുണ്ട്. പ്രസ് മീറ്റിനകത്താണെങ്കിലും ഇപ്പൊ എവിടെയാണെങ്കിലും ആ ഈ ഒരു പ്രസ് മീറ്റിനകത്താണ് മെയിനായിട്ട് ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ്, അതായത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഷിഹാബ് തന്നെ പറയുന്ന ഒരു രീതിക്കുള്ളൊരു ഇതാണ് ഇന്റർവ്യൂ എന്ന് നമ്മുടെ ഫാസിലായിട്ട് എടുത്ത ആ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷനായിട്ട് പുള്ളി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് ഇനി എന്താണ് ഷിഹാബിന് പറയാനുള്ളതെന്നൊന്ന് കേട്ടു. അതായത് പിറ്റേ ദിവസം എന്റെ കല്യാണമാണ്. അപ്പോൾ മുതുകാട് സാർ എന്നോട് ഞാൻ ചോദിക്കുന്നു, സാർ ആദ്യമായിട്ടാണ് വിദേശത്ത് പോകുന്നത്, അപ്പോൾ എനിക്ക് 14-ാം തീയതി നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ 15-ന് എൻ്റെ കല്യാണമാണ് ഏപ്രിലിൽ. അപ്പോൾ സാർ പറയുന്നു, അല്ല ഷിഹാബ് നമുക്ക് മലപ്പുറത്തേക്ക് ടിക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അങ്ങനെ എന്നെ മലപ്പുറത്തേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആക്കുന്നു. 15-ാം തീയതി പിറ്റേ ദിവസം കല്യാണത്തിന് സാർ വരാമെന്ന് പറയുന്നു. സാർക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അനിയനോട് പറയുന്നുണ്ട്, അപ്പോൾ സാർ മലപ്പുറത്തേക്ക് ആയിരിക്കുന്നതാണ്. പിറ്റേ ദിവസം സാർ മലപ്പുറത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, കാരണം മൂപ്പയുടെ ടിക്കറ്റ് ഞാൻ കാണുന്നില്ലല്ലോ, എൻ്റെ ടിക്കറ്റിൽ എനിക്കറിയുള്ളൂ. പക്ഷേ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണ് മുതുകാട് സാർ പറയുന്നത്, ആ ഡയലോഗ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ വേറെ ഫ്ലൈറ്റിന് പോയിക്കോളൂ, ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത്, എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് ഇട്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഈ സായിയുടെ ആ ഒരു വീഡിയോനകത്തും നമ്മുടെ CP ഷിഹാബ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരൻ പിന്നെ എടുത്ത് പറയുന്നത് പുതിയതായിട്ട് വന്ന വീഡിയോനകത്തും. പക്ഷേ എന്നാൽ ആ പ്രസ് മീറ്റിനകത്ത് പറഞ്ഞ ആ ഒരു സെയിം കാര്യം തന്നെയാണ് പുള്ളി ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആ ഒരു പോർഷനകത്ത് മാത്രമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. പക്ഷെ ആ ഒരു ചെറിയൊരു പോർഷൻ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഷിഹാബ് പറഞ്ഞത് കള്ളോടുന്ന ഒന്നും. കാര്യം അത് കഴിഞ്ഞിട്ട് ഷിഹാബ് എന്തൊക്കെയാ പറഞ്ഞേക്കണെന്ന് ഒന്നും ആ ഒരു വീഡിയോനകത്ത് ഇല്ല. ആ ഒരു വീഡിയോനകത്ത് ആ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വെച്ചാൽ കട്ട് ചെയ്ത് അങ്ങനെ കാട്ടുമ്പോഴത്തേക്ക് എന്താണ് അതിന് ജെനുവിനിറ്റി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. ബാക്കി രാവിലെ പോകുന്നു, ഞങ്ങൾ വൈകുന്നേരം പോകുന്നു, ഇതെന്താണ് തെറ്റ്? ഞാനിപ്പോൾ കുറച്ച് നിൽക്കുന്നു. പക്ഷേ ഫാസ്റ്റ് എന്നോട് ചോദിക്കുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല, ഷിഹാബിനെ ഇട്ടിട്ട് പോയി. മറ്റേ നമ്മുടെ ചില എപ്പിസോഡിലൊക്കെ നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന ഇട്ടിട്ട് പോയി. ഞാനിപ്പോഴും പറയുന്നത് ഇട്ടിട്ട് പോയത് തന്നെയാണ്. എനിക്കറിയാം പുള്ളി തർപ്പിച്ച് പറയുന്നത് എന്നെ ഇട്ടിട്ട് പോയി. പക്ഷെ ഫാസിലിന്റെ ആ വീഡിയോനകത്ത് അവർ മുഴുവൻ വെക്കാത്തോണ്ടാണ് ഈ ഫ്ലൈറ്റിന്റെ കാര്യം അതൊന്നും മുഴുവൻ വെക്കാത്തോണ്ടാണെന്ന് പുള്ളി തർപ്പിച്ച് പറയുന്നതാണ്. ഈ ഫാസിൽ വന്നിട്ട് വെറുതെ ഈ മുതുകാടിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നണത്. ഇപ്പൊ ഇത്രയൊക്കെ കണ്ടത് വെച്ചിട്ട് ബാക്കി കണ്ടു പറയാന്ന് ഷിഹാബ്, ഞാൻ വേറെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്, ഷിഹാബും ബ്രദറും മലപ്പുറത്തേക്ക് പോകണം, ടിക്കറ്റ് അങ്ങനെയാണെന്നുകൊണ്ട് മുതുകാടിനെ അത്രയും നേരം പറഞ്ഞുകൂടാ, ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ക്ലിയർ ആക്കിയതാണ്. ഇട്ടിട്ട് പോയി അദ്ദേഹം രാവിലെ പോകുന്നു, വൈകുന്നേരം ഞങ്ങൾ ഫ്ലൈറ്റ്, അതുവരെ ഞങ്ങൾ അറിയാത്ത സ്ഥലത്ത് നിൽക്കുകയാണ്. ഇതിലൊക്കെ എന്താണ് ക്ലാരിറ്റിയുടെ പ്രശ്നം? ഇവിടെ എങ്ങും ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം എനിക്ക് തോന്നാനുള്ള ഈ ഫാസിൽ പറഞ്ഞതിനകത്ത് മാത്രമാണ് എനിക്ക് ഈ ക്ലാരിറ്റിയുടെ വിഷയമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഈ ഷിഹാബ് പറയുന്നതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പുള്ളിക്കാരെ പറയുന്നത്. ഷിഹാബ് കൊടുത്ത പല ഇന്റർവ്യൂകളിലും പല ആളുകളും ചോദിക്കാത്ത ഒരു ചോദ്യം, അല്ലെങ്കിൽ ഷിഹാബ് പറയാത്ത ഒരു കാര്യം ഞാൻ ഷിഹാബിനോട് ചോദിച്ചു. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇന്റർവ്യൂ ആണെങ്കിലും അതിൽ ഷിഹാബ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം വിവാഹമായിരുന്നു അല്ലെ? ഏപ്രിൽ 15-ന്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം അതായത് വേറെ ഇതിലൊന്നും പറയാത്തൊരു കാര്യമാണ്. മീൻസ് ഈ വിവാഹം എന്ന് പറയുന്നത് അവിടുന്ന് വന്നതിന് ശേഷമാണ്, പിറ്റേ ദിവസമാണ്, നെക്സ്റ്റ് ഡേ. ആ വിവാഹത്തിന് മുതുകാട് സാർ പങ്കെടുത്തു എന്നുള്ളതാണ്.
അപ്പൊ അവിടെയും നമ്മുടെ BGM പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഫാസിൽ ഇവിടെ ചോദിച്ച ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാര്യം ഇത്രയും വിഷയമായിട്ട് നിൽക്കണേണ് മുതുകാടായിട്ട് ഈ ഒരു ഷിഹാബിന് മുതുകാടിനെ ഇഷ്ടമല്ല. കാര്യം പുള്ളിക്കാരന്റെ ഓരോ പ്രവർത്തിനകത്തും വിയോജിപ്പുകൾ ഉണ്ട് ആ ഒരു സമയത്തട്ടാ. അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് നോക്കിടുകയാണെങ്കിൽ ഈ മുതുകാട് പക്ഷേ ഈ നമ്മുടെ ഷിഹാബിന്റെ മാരേജിനകത്ത് പിറ്റേ ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ശത്രുതയുള്ള ഒരാൾ എങ്ങനെ പുള്ളിക്കാരന്റെ മാരേജിന് വന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഷിഹാബിനോട് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഷിഹാബിന് എന്താണ് മറുപടി കൊടുക്കാനുള്ളത് നമുക്ക് കണ്ടു. പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ കുവൈറ്റിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്തു എന്ന് പറയുന്ന, മറ്റൊരു ഫ്ലൈറ്റിൽ നിങ്ങൾ പൊക്കോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയുന്ന മുതുകാട് സാറ് പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയ മുതുകാട് സാറ് പിറ്റേ ദിവസം ഷിഹാബിനെ, മലപ്പുറത്തുള്ള ഷിഹാബിന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇന്റർവ്യൂവിലും ഷിഹാബ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിപ്പോ ഒരു ഇന്റർവ്യൂവിനകത്ത് ഷിഹാബ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ചോദ്യം മുതുകാടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഷിഹാബിനോട് വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കേസാണ്. അപ്പൊ ഇവിടെ ഷിഹാബിനോട് ഈ ചോദിച്ചതെന്ന് പറഞ്ഞൊരു കറക്റ്റ് ചോദ്യമാണ്. അപ്പൊ ഷിഹാബിന് എന്താണ് ഇതിനകത്ത് ഒരു മറുപടി കൊടുക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ടും അന്ന് എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പിറ്റേന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. വന്നതിൽ ഷിഹാബ് ബ്രോയ്ക്ക് ഒരു വിഷമവും ഇല്ല, വലിഞ്ഞു കയറി വന്നതായിട്ട് ഷിഹാബ് ബ്രോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ നമുക്ക് അറിയില്ലല്ലോ. ആഗ്രഹിച്ചു വന്നതാണോ ഇനി സത്യം പറഞ്ഞാൽ ഈ പൈസയൊക്കെ കൊണ്ട് സായി, ഞാൻ ഇമോഷണൽ പറയില്ല കേട്ടോ, പൈസ കൊണ്ട് ഞാൻ വരുമ്പോൾ ഞാൻ സേഫ് ആയിട്ട് ഉള്ളിൽ എത്തിയിട്ടുണ്ടോ ഉറപ്പ് വരുത്താമെന്നാണോ എനിക്ക് അറിയില്ല കേട്ടോ. അദ്ദേഹം നോക്കുമതൊക്കെ. ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പോയി കസ്റ്റംസ് പിടിക്കും. ഞാൻ 2,30,000 അടുത്ത് ഉണ്ടാവുള്ളൂ ഇന്ത്യൻ മണി കേട്ടോ. അത് കൊണ്ടുവന്ന കസ്റ്റംസ് പിടിക്കുന്നു പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കുന്നതിനാണ്. അത് അദ്ദേഹം വന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഞാൻ അതും പറയില്ലേ. എന്നിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് കല്യാണം അദ്ദേഹം മലപ്പുറത്ത് ഉണ്ടായിട്ട് പോലും വന്നില്ല എന്നുള്ള ദേഷ്യത്തിന് ഞാൻ പറയില്ലേ. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അത് ഫസ്റ്റിനോട് പറയാം. വന്നിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഭക്ഷണം അതേ ഭക്ഷണം വേണം അതുപോലെ ഇറങ്ങി പോയിന്റ് വന്നു എന്ന് വരുത്തി വെച്ച്. ഇവിടെ അദ്ദേഹത്തിന്റെ നാട് നിലമ്പൂരാണ്. അപ്പൊ നമ്മുടെ ഇതിലൂടെ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോയാലുള്ള പ്ലാനിലായിരിക്കും. അതായത് ഒരു സൽക്കാരം സ്വീകരിച്ച് വന്നതല്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നിർബന്ധിച്ച് പറയില്ല, എനിക്ക് വേണം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്നെ കണ്ട് അതുപോലെ അങ്ങ് പോയും ചെയ്തു ഒരു ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ അന്ന് വെറുതെ കല്യാണത്തിന് വന്ന്, അതായത് ഒരു പേരിന് ഒരു കല്യാണത്തിന് വന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് അവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ടാണ് മുതുകാട് അവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നൊക്കെയാണ് ഇവിടെ ഷിഹാബ് പറയുന്നത്. അപ്പൊ ഷിഹാബിന്റെ ഭാഗത്ത് അവിടെയും ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ചോദ്യം മുമ്പ് ഇന്റർവ്യൂവിനകത്തൊന്നും പുള്ളിക്കാരനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറയേണ്ടിയിരുന്നിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ ഫാസിൽ അത് എടുത്ത് ചോദിച്ചു, അതുകൊണ്ട് ഷിഹാബ് അതിന് മറുപടി പറഞ്ഞു. പുള്ളിക്കാരന്റെ ഒരു സൈഡ് പുള്ളിക്കാരനെ എടുത്ത് പറഞ്ഞു. അതിനകത്ത് എവിടെയോ ഒരു വിഷയമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഷിഹാബിന്റെ ഭാഗത്ത് ഇവിടെ എവിടെയും ഒരു വിഷയം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ലൂപ്പോളൊന്നും ഇപ്പൊ ഈ ഫാസിലിനാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഫാസിൽ വന്നിരുന്നിട്ട് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത രീതിക്ക് കട്ട് ചെയ്ത് കുറെ BGM കയറ്റിയിട്ട് ഒരു വീഡിയോ അങ്ങ് ഇട്ട്, എന്നിട്ട് അതിനകത്ത് ഷിഹാബ് പറഞ്ഞതൊക്കെ കള്ളമാണെന്നുള്ള രീതിക്ക് വരുത്തി തീർക്കാനായിട്ട് വെറുതെ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മുതുകാടിന്റെ ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് ഫാസിൽ പറയണ പോലെ തോന്നിയത്. അതായത് മുതുകാടിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടൊരു വീഡിയോ ഉണ്ട്, അത്രയാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. അപ്പൊ ഈ മുതുകാടിന്റെ അടുത്ത് നമ്മൾ പറയണതെന്ന് പറഞ്ഞ് ഇതൊന്നും അല്ല നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് പുള്ളിക്കാരന്റെ ഈ ഒരു 2 ഫേസ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഉള്ള ഒരു നന്മമരം ഫേസും, അതേപോലെ തന്നെ ഈ ക്യാമറയുടെ പുറയിലേക്ക് വരുമ്പോഴത്തേക്ക് അതായത് ഈ വീട്ടുകാരെയും, അതായത് ഈ കുട്ടികളുടെയൊക്കെ അമ്മമാരെയും, അതേപോലെ അവരുടെ വീട്ടുകാരുടെ അടുത്തൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ആ ഒരു ഹാർഷ് ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ മുതുകാടിന്റെ വിഷയമായിട്ട് പറയുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന ഫാസിൽ പറയുന്ന ഈ ഇഷ്യൂസ് ഒന്നും അല്ല ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും പറയാൻ തോന്നി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.